ഹലോ, വെൽക്കം ടു റിയാസ് കുക്ക് ബുക്ക്. ഈ റിയാസ് കുക്ക് ബുക്ക് എന്ന പേര് നിങ്ങൾക്ക് സുപരിചിതമല്ലെന്നറിയാം. ഞാനൊരു 3 വർഷമായി ഇൻസ്റ്റഗ്രാമിൽ കോണ്ടന്റ് ക്രിയേറ്റ്, 3 കൂടുതലായി ഇൻസ്റ്റഗ്രാമിൽ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങിയിട്ട്. ആദ്യമൊക്കെ ഫുഡ് കോണ്ടന്റ് ആയിരുന്നു. ഇപ്പം 1.5 ഇയർ ആയിട്ട് ഞാൻ ബേബീസിന്റെ ഫുഡും വീനിങ്ങും അതൊക്കെ സംബന്ധിച്ചുള്ള വീഡിയോസും ചെറിയ ചെറിയ എൻ്റെ ബേബിയുടെ സ്നിപ്പെറ്റ്സും ഒക്കെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ അത് ഞാൻ കൂടുതലും ഇംഗ്ലീഷിലാണ് എൻ്റെ റീൽസും വീഡിയോസൊക്കെ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. റീസെൻ്റ്ലി ആണ് ഞാൻ മനസ്സിലാക്കിയത്, എനിക്ക് വരുന്ന DMസും ഇൻസ്റ്റഗ്രാമിൽ മലയാളി ഓഡിയൻസ് ആണ്. കൂടുതലും മലയാളി പേരൻസ് ആണ് എന്നോട് ഡൗട്ട്സ് ചോദിക്കുന്നത്. എങ്ങനെയാണ് റിയയുടെ മോനെ ഇൻഡിപെൻഡൻ്റ്ലി ഫുഡ് കഴിക്കാനൊക്കെ ട്രെയിൻ ചെയ്തത്? അങ്ങനെ കുറേ DMs വന്നു തുടങ്ങി. ഇപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഇതൊരു മലയാളത്തിലൊരു വീഡിയോ ആക്കിക്കൂടാ. അങ്ങനെയാണ് ഞാൻ ബേബി ലെഡ് വീനിങ് മലയാളത്തിൽ ഈ ബേബി ലെഡ് വീനിങ്ങിനെ കുറിച്ച് കുറച്ചുകൂടെ എലാബറേറ്റ് ആയിട്ട് സംസാരിക്കാൻ എന്തായാലും യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമാണ് നല്ലത്. ഫസ്റ്റ് തന്നെ എന്തുകൊണ്ട് ഞാൻ എൻ്റെ മോനെ ബേബി ലെഡ് വീനിങ്ങിലേക്ക്, നിങ്ങൾ ക്യാപ്ഷനിൽ കണ്ടതുപോലെ തന്നെ ബേബി ലെഡ് വീനിങ്ങിലേക്ക് എന്തുകൊണ്ട് ഞാൻ എൻ്റെ കുഞ്ഞിനെ അത് ചെയ്യണമെന്ന് വിചാരിച്ചു. ബ്ലഡ് വീനിങ് എന്ന് പറയുന്നത് വെസ്റ്റേൺ കൺട്രീസിലൊക്കെ അവർ വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു കുഞ്ഞുങ്ങളെ വീൻ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. കുഞ്ഞ് ഫുഡ് കഴിക്കാനായിട്ട് കുഞ്ഞാണ് അതിന് എല്ലാം ചെയ്യുന്നത്. അതായത് കുഞ്ഞ് ഡിസൈഡ് ചെയ്യും കുഞ്ഞിന് വയറ് നിറഞ്ഞോ, എത്രത്തോളം കഴിക്കണം എന്നൊക്കെ. ഒരു 6 months തൊട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഫുഡ് കഴിക്കാൻ ട്രെയിൻ ചെയ്യുന്ന ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ ബേബി ലെഡ് വീനിങ് എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഞാൻ ബേബി ലെഡ് വീനിങ് ഓപ്റ്റ് ചെയ്തെന്ന് പറയാൻ എനിക്കൊരു 1000 റീസൺസ് ഉണ്ട്. അതിലൊരു ഫ്യൂ റീസൺസ് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കുഞ്ഞിനെ ഒരിക്കലും ഒരു സ്ക്രീൻ കാണിച്ച് ഫുഡ് കഴിപ്പിക്കണമെന്ന് എനിക്ക് ഒട്ടും ആഗ്രഹമില്ലായിരുന്നു. കാരണം എന്താണ് അവൻ കഴിക്കുന്നത്, ആ ഫുഡിൻ്റെ ടെക്സ്ചർ, ആ ഫുഡിൻ്റെ കളറ് ഒക്കെ അവൻ എൻജോയ് ചെയ്ത് കഴിക്കണമെന്ന് ആദ്യം മുതൽ എനിക്ക് ഒരു പിക്ചർ എനിക്ക് ഉണ്ടായിരുന്നു. കാരണം ഒരു സ്ക്രീൻ കണ്ട് കഴിക്കുമ്പം ഇപ്പോൾ ഒരു ക്യാരറ്റ് ആണെങ്കിലും ഒരു ടൊമാറ്റോ, ഒരു തക്കാളി ആണെങ്കിലും ഒക്കെ കഴിക്കുമ്പം ആ തക്കാളിയുടെ ചുമപ്പ് കളർ എൻജോയ് ചെയ്ത് കഴിക്കണം. അത് സ്ക്രീൻ കണ്ടുകൊണ്ട് കഴിക്കുകയാണെങ്കിൽ എന്താണ് വായിലോട്ട് പോകുന്നതെന്ന് പോലും കുഞ്ഞിനറിയത്തില്ല. ഇതൊക്കെ ഒരു ഫൗണ്ടേഷൻ നമ്മൾ തന്നെയാണ് കുഞ്ഞിനെ തെറ്റിച്ചത് അവിടെ. എന്നിട്ട് നമ്മൾ കുഞ്ഞിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പറയുന്നത് പോലെ അത്ര എളുപ്പമുള്ളൊരു ജോലിയല്ല ബേബി ലെഡ് വീനിങ്ങിനെ ട്രെയിൻ ചെയ്യുന്നത്. ഇതിന് പക്ഷെ ഇമ്പോസിബിളും അല്ല, ആർക്കും ചെയ്യാൻ പറ്റും. ഒരിച്ചിരി പേഷ്യൻസ് മതി. എൻ്റെ കുഞ്ഞിന് ഇപ്പോൾ 2 വയസ്സായി. എൻ്റെ കുഞ്ഞിന് 2 വയസ്സായി കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതിനും ഒരു റീസൺ ഉണ്ട്. അപ്പോൾ അവന് 2 വയസ്സായി. ഐ ആം സക്സസ്ഫുൾ ഇൻ ഇറ്റ്. ഹി ഈസ് എൻ ഹാപ്പി ഈറ്റർ. അവനൊരു ഹാപ്പി ഈറ്റർ ആണ്. വെജിറ്റബിൾസ് ഇഷ്ടമാണ്, ഫ്രൂട്ട്സ് ഇഷ്ടമാണ്. ഈ ഒരു ടെക്നിക്ക് ഫോളോ ചെയ്തപ്പം അവന് ഫുഡ് ടൈം എന്ന് പറയുന്നത് പ്ലേ ടൈമിനോട് ഒത്തു തന്നെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പം ഇനി വരുന്ന വീഡിയോസിൽ ബേബി ലെഡ് വീനിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പേരൻസിന് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ മോട്ടീവ്. ഞാൻ അനുഭവിച്ച അത്രയും ഭയങ്കര സന്തോഷമാണ് ഞാൻ ഈ ഒരു ബേബി ലെഡ് വീനിങ് ഓപ്റ്റ് ചെയ്തതിൽ. ഈ ബേബി ലെഡ് വീനിങ് ഓപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പേരൻസ് തീർച്ചയായും എൻ്റെ ഈ ചാനൽ ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടെ ഇനിയും ബേബി ലെഡ് വീനിങ്ങിനെ കുറിച്ച് വളരെ ഡെപ്തിൽ ഞാൻ ഇനി വരുന്ന വീഡിയോസിൽ എങ്ങനെ ഇത് സ്റ്റാർട്ട് ചെയ്യണം, എന്തൊക്കെയാണ് ഇതിന് വേണ്ടത്, ഷുഗർ ഓൾട്ടർനേറ്റീവ്സ് എന്തൊക്കെയുണ്ട്, കാരണം ഷുഗറും ജാഗറിക്കും ഒക്കെ പകരം എന്തൊക്കെ നാച്ചുറൽ ഷുഗർ നമുക്ക് കുഞ്ഞിൻ്റെ ഫുഡിൽ ആഡ് ചെയ്യാം, അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എൻ്റെ പേര് റിയ എന്നാണ്. ഞാൻ എൻ്റെ ഭർത്താവും കുഞ്ഞും എൻ്റെ ഒരു പെറ്റ് ഡോഗുമായിട്ട് ബാംഗ്ലൂർ താമസിക്കുന്നു. ഞങ്ങൾ കേരളത്തിൽ ആലപ്പുഴ എന്ന് പറയുന്ന ജില്ലയിൽ നിന്നാണ് വരുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് മീ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.